ഓക്കെ ഓക്കെ ഡോക്കി. അപ്പോൾ ഫൈനലി നമ്മൾ ബൈക്കിൻ്റെ ചെറിയ സർവീസ് ഉണ്ടായി. പീരിയോഡിക് ചെക്കപ്പാണ്. ഇവിടെ എത്തിച്ചില്ലാന്ന് രൂപയുള്ളൂ. പക്ഷെ അത് വർഷത്തിലെ ഒരു 6 മാസം കൂടുന്നൊക്കെ വരും സർവീസുകൾ. It's so much fun. Honestly, it's a lot of fun, man. GT എന്നും GT അല്ലേ, പുന്നാര GT, കനന്തത്ത GT. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് 1-2 വണ്ടികളൊക്കെ എടുത്ത് ഇങ്ങനെ ഓടിക്കണം, ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നൊക്കെ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കും. പക്ഷേ ഒന്നും നടക്കാറില്ല, അങ്ങനെ മടിയാണ്. അയ്യോ, സത്യം പറഞ്ഞാൽ മടിയാണ്. നമ്മുടെ GT എപ്പോഴും അങ്ങനെ ഇട്ട് പറപ്പിക്കാൻ പറ്റില്ല. കാരണം ഈ സ്പീഡോമീറ്റർ, സ്പീഡ് ക്യാമറ അത് കിടക്കാണ്ട് സത്യം പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് നോട്ട് എ ബിഗ് വിൻ ഗെയിം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ സെക്യൂറായിട്ട് സേഫായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോവാം. അതല്ലാതെ ഒത്തിരി ചൂട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്പീഡോമീറ്ററിന്റെ ടിക്കറ്റ് അടിച്ച് നമ്മളൊരു ക്ഷീണത്തിലാവും. GT ഒരു വളരെ എന്താണ്, ഓടിക്കഴിഞ്ഞാൽ ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. ഓടിക്കുന്നത് വരെ, അതായത് നമുക്ക് കുറച്ച് സ്കിൽസൊക്കെ നമുക്ക് ഓടിക്കാനായിട്ട്. സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന കാര്യമല്ല. അത്യാവശ്യം സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിയിൽ ശോഭിക്കും. സ്കിൽസ് ഇല്ലെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും. KSRTC കയറ്റി വെച്ചാൽ നോക്കി. എൻ്റെ മോനെ, ഫയർ എഞ്ചിനൊക്കെ വരുന്നുണ്ട്. കേൾക്കാനുള്ളതൊക്കെ അവിടെ ലഹള ഉണ്ടായിരുന്നു. ഇതിന് മുമ്പില് വണ്ടി കൊണ്ട് റോങ് സൈഡ് കയറ്റി വെച്ചിട്ട് പുള്ളി ഒന്ന് തർക്കിക്കും. ഭയങ്കര ഹെവി ആയിട്ട് തോന്നും വണ്ടി. എന്ന് വെച്ചാൽ ഭയങ്കര എന്താണ് ഹീറ്റും, പ്രത്യേകിച്ച് വേനൽക്കാലത്താണെങ്കിൽ ഹീറ്റ് കാരണം നമുക്ക് ഭയങ്കര അവസരം ഉണ്ടാക്കും. പിന്നെ ഇതിന്റെ റോഡ് പ്രസൻസ്, അത് പറയാതെ വയ്യ. റോഡ് പ്രസൻസ് പറഞ്ഞാല് വേറെ ലെവല് റോഡ് പ്രസൻസ് ആണ്. അത് എന്റെ ഡ്യൂക്കിനൊന്നും അത്രയും റോഡ് പ്രസൻസ് ഇല്ല. ഇതിന്റെ റോഡ് പ്രസൻസ് പറഞ്ഞാൽ വേറെ 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 മാതിരി ഇരിക്കും. ആളുകളൊക്കെ നോക്കണ്ട്, പക്ഷെ ആളുകൾക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇവനെ. GT ആയാലും ഇന്റർസെപ്റ്റർ ആയാലും റോയൽ എൻഫീൽഡ് അങ്ങനെയാണ് ഡിസൈൻ. സംഭവം അവർ ഡിസൈൻ ചെയ്യുന്നുണ്ടല്ലോ, പഴയ റെട്രോ ഡിസൈൻ എടുത്ത് അടിച്ചാലും അവരുടെ ഡിസൈനുകൾ ഓരോ വണ്ടിക്ക് വരെ എങ്ങനെയാ. ഇപ്പൊ 100 എടുത്ത് നോക്ക്, ഷോർട്ട് ഗൺ എടുത്ത് നോക്ക്. എന്താ ഓരോരോ ഡിസൈനൊക്കെ പറയാനേ പറ്റില്ല, പക്ഷെ ഓരോ ഡിസൈനും ഓരോരോ ഭംഗിയാണ്. അങ്ങനെ നോക്കുമ്പോ റോയൽ എൻഫീൽഡ് ഈസ് എ ലെജൻഡ് കൈൻഡ് ഓഫ് കമ്പനി.
നമ്മുടെ ഞാവൽപ്പഴമാണ് തൂക്കിട്ട് വെക്കുന്നത്, കൂട്ടിയിട്ട് വെക്കുന്നത്. അങ്ങനെ 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 അവരുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഗറില്ല അടിപൊളി. ഗറില്ല ഭയങ്കര വ്യത്യസ്തമായൊരു ഡിസൈനാണ്. എന്നുവെച്ചാൽ സാധാരണ അവരുടെ വണ്ടികളിൽ കാണുന്ന ഡിസൈനായിട്ട് ഒരു ബന്ധമില്ല. വളരെ വ്യത്യസ്തമായൊരു ഡിസൈൻ, വളരെ വളരെ വ്യത്യസ്തമായൊരു ഡിസൈനാണത്. മൂന്നാറൊക്കെ പോകുന്നുണ്ട് ഇതിനകത്ത് മൂന്നാറ് ഈ GT-യിൽ മൂന്നാറ് ട്രിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരിടയ്ക്ക്. ട്രിപ്പ് എന്ന് വെച്ചാല് അവിടത്തെ വളവുണ്ടല്ലോ, കട്ട് റോഡിലൊക്കെ ഇത് കിടത്തി അത് ഏതാണ്ട് മനസ്സിലായതല്ലേ, സൂപ്പർ നെറ്റോ. അതിങ്ങനെ കിടത്തി ഓടിക്കാനായിട്ടുള്ളൊരു ഗ്രൂപ്പ്, ഒന്ന് രണ്ടല്ല, ഒരു ഗ്രൂപ്പ് ആൾക്കാരുമായിട്ട് ഫുൾ അവിടെ കിടന്ന് വീശി ഓടിയത് തന്നെ. അപ്പൊ അത് അതിനായിട്ടുള്ളൊരു ഫണ്ണായി, ഭയങ്കര ഫണ്ണായി തോന്നുന്നത്. അതൊക്കെ ഒരു രസമാണ്. ലൈഫ് ഇസ് ഫൺ, അങ്ങനെയാണല്ലോ. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ നമ്മളീ പറയണ സംഭവം ഇല്ലത്, ഈ റോയൽ എൻഫീൽഡിന്റെ ബൈക്കുകളൊക്കെ എടുക്കാന്ന് പറയുന്നത് നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിരിക്കും. ഒരു റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് ബ്ലൈൻഡ് ആയിട്ട് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഞാൻ ഏത് ആരുടെടുത്തും പറയാം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒരെണ്ണം ഞാൻ ഇതുവരെ ഉപയോഗിച്ചത്, മനസ്സിന് സന്തോഷം നൽകിയ വാഹനം സ്റ്റാൻഡേർഡാണ്. ഈ സ്റ്റാൻഡേർഡ് ഞാൻ അതെടുത്ത് മോഡിഫൈ ചെയ്തു. നിങ്ങളത് മനസ്സിലാക്കണം. 25,000 രൂപയ്ക്ക് ഒരു 7 വർഷം മുമ്പ് ഞാനത് മോഡിഫൈ ചെയ്തു. 7 വർഷം മുമ്പ്. അന്ന് 25,000 രൂപയുടെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കിന്റെ ടയറുകൾ ഇട്ടു, അങ്ങനെ ചെറിയ മോഡിഫിക്കേഷൻസ് ഉള്ളൂ. അലോവിയിൽ എത്തി. അന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പൊ അതത്ര ശ്രദ്ധിക്കില്ല, അങ്ങനെ എല്ലാ വണ്ടിയിലും അലോവിയിലാണ്. അപ്പൊ ഇപ്പൊ അത് എനിക്ക് അതുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ രീതിയിൽ കിടത്താനൊക്കെ പറ്റും. മറ്റേ സാധാ സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരുന്ന ടയറുകൾ എന്ന് പറയുന്നത് ഒട്ടും കിടത്താൻ പറ്റുമായിരുന്നു. വളരെ വളരെ വീക്കായിട്ടുള്ള ടയറുകളാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായുള്ളൊരു വീക്ക്നെസ് നമുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വണ്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അന്നുള്ള സ്റ്റാൻഡേർഡിന് കുറച്ചുകൂടി ഒരു ക്രാങ്ക് വെയിറ്റ് കൂടുതലുണ്ടായി. അതിന് മുമ്പുള്ള ഒരു 3-4 വർഷം മുമ്പ് ഇറങ്ങിയ സ്റ്റാൻഡേർഡുകൾക്ക് 10.5 ഉണ്ടായിരുന്നു. പിന്നീട് അത് 9.8 ആക്കി. പിന്നെ അങ്ങനെ അതിന്റെ കിലോ കണക്ക് കുറച്ചു. ഇപ്പൊ അത്ര ഇല്ല. പക്ഷെ ഉണ്ടല്ലോ, എൻ്റെ ഒരു ഇരിക്കുന്നത് 2014 അതിന്റെ ഇപ്പൊ സൈലൻസർ ഞാൻ മാറ്റുന്നുണ്ട്. വീട്ടിലെ ഫാദറ് വിവാഹം കൊണ്ടുപോയിട്ട് അതൊരു അവിഞ്ഞ സൈലൻസർ ഒന്ന് വെച്ചു, പോലീസ് പിടിക്കാതിരിക്കാൻ. പുള്ളി നോക്കിയപ്പോ ലോങ് സൈലൻസർ. പക്ഷെ പോലീസ് അങ്ങനെ അല്ലല്ലോ, അവര് സൗണ്ട് നോക്കിയിട്ടാണ് വെക്കുന്നത്. ബുക്ക് വെച്ചിട്ട് വെക്കൂലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതാ അവരെ കുറ്റം പറഞ്ഞിട്ടില്ല. ആ സമയത്ത് അങ്ങനെയായിരുന്നു. എല്ലാവരും പാനിക്കായിട്ട് എക്സോസ്റ്റ് മാറ്റി. ഇവൻ പഴയ ബുള്ളറ്റുകൾ വരെ എക്സോസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഏത് സാധാരണ സൗണ്ട് ഇല്ലാത്ത എക്സോസ്റ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതെന്താന്ന് വെച്ചാല് അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ പറയുക പ്രശ്നം എന്ന് വെച്ചാല്, നമ്മൾ എക്സോസ്റ്റ് അതിന്റെ ആ ഒരു ഒത്തന്റിസിറ്റി പോകും. അതിന്റെ ഷോർട്ട് ബോട്ടിൽ വലിയ ഹോളല്ല, ചെറിയ ഹോളുള്ള ഷോർട്ട് ബോട്ടിൽ ഇങ്ങനെ ഒരു ഷേപ്പുള്ള എക്സോസ്റ്റ് ഉണ്ട്. ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അടുത്ത ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച സംഭവം എത്തും. അപ്പൊ ഈ സംഭവം നമ്മൾ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് വണ്ടിയുടെ പുറകിലെ റബ്ബറിന്റെ ഒരു ബുഷ് ഉണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് കിടന്ന് കീഴില്ല. കറക്റ്റ് ആ സൗണ്ട് ആയിരിക്കും. അതാണ് നമുക്ക് വേണ്ടത്. ഒരു ബുള്ളറ്റിൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു അത് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. അത്ര ഉള്ളത്. ഒരു ഡ്യൂക്ക് 200 തോന്നുന്നത് പഴയ BS 3 ആണ്. എന്താ സംഭവം? ലകളെന്ന് തോന്നുന്നു. ഒരു പെണ്ണും ചക്കനാണല്ലോ. വണ്ടി തട്ടിയത് എങ്ങനെയാണോ? ഇടിയാണ്. ഇടി എന്താ, ഒരു ഇടി കഴിഞ്ഞാൽ ചെറിയൊരു ഇടി. ചെറിയ ഇടിയാ, വലിയ ഇടിയൊന്നുമില്ല. ചെറിയ ഇടികൾ. അത് നമുക്ക് ടെൻഷനില്ല. അതൊന്ന് എൻ്റെ അമ്മ ആ പെണ്ണും ചക്കനും പോയില്ല. ഞാൻ അവരെ പറയാൻ പിടിക്കാൻ വേണ്ടിട്ട് അവര് പറഞ്ഞു. എൻ്റെ അമ്മ എന്തോരെ പുകയുടെ കതിരി വന്നത്.
കേട്ടോ പുകയുടെ ടീസർ ഇൻഡിക്ക സൂപ്പർ വണ്ടിയാ. എത്രയോ പേരെ കുടുംബം അന്നം കഴിച്ചു പോയ ഒരു വണ്ടിയെന്നറിയത്. ഒരുപാട് പേർക്ക് ജീവിതത്തിൽ വലിയ 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 പ്രതീക്ഷകൾ കൊടുത്തൊരു വണ്ടിയാണ്. ഞാനും ഇതിന് ഈ ഇന്ത്യക്കൊന്ന് 3-4 ഇന്ത്യക്ക് ഓട്ടം പോയി ഇന്നുള്ള ആഹാരം കഴിച്ചിട്ടുണ്ട്. നന്ദിയുണ്ടെന്നും നന്ദി. അമ്പിനും മില്ലിനടുക്കുള്ള അതിന്റെ പുക മൊത്തം ശ്വസിച്ചാണ് ഞാൻ പോകുന്നത്.